നമസ്കാരം. ഞാൻ ഡോക്ടർ ശാശ്വത് സത്യനാഥ്, ഏനപ്പായ മെഡിക്കൽ കോളേജിൻ്റെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്. ഇന്ന് ഞാനൊരു വളരെ പ്രധാനമായ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ടോപ്പിക് ഈസ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം, ഇല്ലെങ്കിൽ മദ്യത്തിൻ്റെ അടിമയാവുന്ന ഒരു അവസ്ഥ. ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് ദിവസം മുമ്പേ എൻ്റെ ക്ലിനിക്കിൽ ഒരു അമ്മയും മോനും വന്നു. അമ്മ ഭയങ്കര കാണുമ്പോൾ ഒരു വിഷാദത്തിലുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു എന്തായി എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോന് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്, ഭക്ഷണം ശരിക്കും കഴിക്കുന്നില്ല, പിന്നെ ഭയങ്കര ഡള്ളായിട്ടുണ്ട്, പിന്നെ ഭയങ്കര മദ്യം ഭയങ്കര കുടിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഇതിന് അഡ്മിഷൻ്റെ ആവശ്യമുണ്ടെന്ന്. ബട്ട് അവർ വില്ലിങ് ഉണ്ടായിട്ടില്ല. മോന് പറഞ്ഞു എനിക്ക് അഡ്മിഷനൊന്നും വേണ്ട, ഞാൻ കംപ്ലീറ്റ്ലി നോർമൽ, എനിക്കൊന്നും ആവശ്യമില്ലാന്ന്. പിന്നെ അവർ തിരിച്ചു പോയി. ഞാൻ ഗുളികയെല്ലാം എഴുതി അവർ തിരിച്ചു പോയി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നു ICUന്ന്. ഞാൻ ICUവിൽ പോയി നോക്കുമ്പോൾ ആ അമ്മ അവിടെ ഉണ്ട്, മോന് ICUവിൽ സീരിയസ് ആയിട്ടുണ്ട്. അമ്മ ഫുള്ള് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ അന്ന് നിങ്ങളെ അഡ്മിഷന് പറയുമ്പോൾ ഞങ്ങൾ അഡ്മിറ്റ് ആവേണ്ടിയായിരുന്നു, അഡ്മിറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ എത്തിയെന്ന്. അപ്പോൾ എന്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, ഇതൊരു മദ്യത്തിൻ്റെ അടിമയിലാവുന്ന ഒരവസ്ഥ. ഇപ്പം എന്താവെന്ന് പറഞ്ഞാൽ ഇതിൽ ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ ഇതിനെ ഈസിലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എത്രയോ ആൾക്കാർ മദ്യം കുടിക്കുന്നു, എല്ലാവരെയും ഞങ്ങൾ മദ്യത്തിൻ്റെ അടിമ എന്ന് പറയാൻ പറ്റില്ല. അതിൽ ചില ലക്ഷണങ്ങളിൽ ആദ്യത്തെ ലക്ഷണം എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് അമിതമായൊരു ആഗ്രഹം, കുടിക്കണം എന്നൊരാഗ്രഹം. അത് രാവിലെ തൊട്ട് തന്നെ തുടങ്ങും അവർക്ക് ആഗ്രഹം. പറഞ്ഞാൽ ചിലപ്പം ആ സമയമാകുമ്പോൾ, കുടിക്കുന്ന സമയമാകുമ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം തോന്നും. ഇല്ലെങ്കിൽ ആ അന്തരീക്ഷം, ആ കുടിക്കുന്ന ഒരു അന്തരീക്ഷം കാണുമ്പോൾ അവർക്ക് ആഗ്രഹം തോന്നും. അതിനെ ഞങ്ങൾ ക്രേവിങ് എന്ന് പറയൽ. പിന്നെ അതല്ലാതെ ചിലപ്പം അവർക്ക് എന്താവും എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കുടിക്കാൻ തുടങ്ങിയെങ്കിൽ അവരെ മനസ്സിലുണ്ടാവും ഞാൻ കുറച്ചൊരു 60 ml കുടിക്കാം, അതിനുശേഷം ഞാൻ നിർത്താമെന്ന്. പക്ഷെ അവർക്കത് നിർത്താൻ പറ്റൂല, അതിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. ഒരിക്കൽ കുടിക്കാൻ തുടങ്ങിയെങ്കിൽ അത് കുടിച്ചുകൊണ്ടുണ്ടാവും. അതിനെ ഞങ്ങൾ ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറയും. ഓക്കെ. പിന്നെ ഇതല്ലാതെ ഇനിയൊരു ലക്ഷണം എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഡ്രിങ്ക്സ് എല്ലാ ദിവസവും കുടിക്കും. അപ്പോൾ ചില ദിവസം കുടിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു വിഡ്രോവൽ സിംറ്റംസ് വരും. വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൈവറയൽ, ഉത്കണ്ഠ, ഉറക്കില്ലായ്മ, നെഞ്ചടിപ്പ്, ദേഷ്യം, അങ്ങനത്തെ ഒരു പ്രോബ്ലം വരും. ഇതിന് ഞങ്ങൾ സിമ്പിൾ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. ചിലപ്പോൾ എന്താവും പറഞ്ഞാൽ ചിലപ്പോൾ അത് ട്രീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു അപകടമായ ഒരു അവസ്ഥയിലെത്തും. എന്തെന്ന് പറഞ്ഞാൽ അതിനെ ഞങ്ങൾ കോംപ്ലിക്കേറ്റഡ് വിഡ്രോവൽ സിംറ്റംസ്. അതിലെന്താവും പറഞ്ഞാൽ ഒരു അപസ്മാരം പോലെ ആവൽ, ഇല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ മാതിരി, അവർക്ക് സ്ഥലകാല ബോധം ഉണ്ടാവില്ല, ചിലപ്പം സമയം തിരിച്ചറിയില്ല, ആൾക്കാരെ തിരിച്ചറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തും. അതിനെ ഞങ്ങൾ ഡെലീരിയം എന്ന് പറയൽ. ഇത് ചിലപ്പോൾ അവരെ ദേഹത്തിന് തന്നെ അവരെ ജീവൻ തന്നെ ഒരു ഹാർമാവാം, ഒരു ഭയങ്കര അപകടമാവാം. ഇത് ഞങ്ങൾ ട്രീറ്റ് ചെയ്യണം. ഇപ്പം ഇങ്ങനെ മദ്യത്തിൻ്റെ അടിമയായവർക്ക് ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഇതൊരു അസുഖം. നിങ്ങൾ എന്തറിയണം എന്ന് പറഞ്ഞാൽ ഇതൊരു തലച്ചോറിലാവുന്ന ഒരു അസുഖം. തലച്ചോറിൽ ചില കെമിക്കൽസ് ഉണ്ട്, ചില രാസവസ്തുക്കൾ, അതിന് ഒരു പേരുണ്ട്, ഡോപ്പമീൻ, ഗാബ. അതിലെല്ലാം കുറച്ച് ഇംബാലൻസ് ആകുമ്പോൾ ഈ ഒരു മദ്യത്തിൻ്റെ ഒരു അടിമയാവൽ, അതൊരു അസുഖം. ഞങ്ങൾ ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുന്നതിന് പകരം അവരെ കഴിയുന്നത്ര ഞങ്ങൾ ആസ് എ ഫാമിലി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവരണം. ട്രീറ്റ്മെൻറ്റിന് ഞങ്ങളിവിടെ ഏനപ്പയിൽ തന്നെ ഒരു ടീമുണ്ട്. വി ഹാവ് സൈക്യാട്രിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, ആൻഡ് കൗൺസിലേഴ്സ് ഉണ്ട്, സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഞങ്ങൾ ആസ് എ ടീം ഞങ്ങൾ പ്രവർത്തിക്കും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു 3 ഭാഗമായിട്ട് ഞങ്ങൾ ഇതിനെ വിഭാഗിക്കാൻ പറ്റും. ആദ്യത്തെ ഭാഗത്തിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾ ഈ വിഡ്രോവൽ സിംറ്റംസ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ വിഡ്രോവൽ സിംറ്റംസിനെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യും. എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് കൈവറയലുണ്ടാവും, ഉറക്കില്ലായ്മ, ഉത്കണ്ഠ, അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് ആദ്യത്തെ ഫേസിൽ ഞങ്ങൾ കൊടുക്കും. അതിനെ ഞങ്ങൾ ഡീടോക്സിഫിക്കേഷൻ ഫേസ് എന്ന് പറയും. അതൊരു യൂഷ്വലി ഒരു ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ്.
അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും കൗൺസിലിംഗ് എല്ലാം ഒന്നിച്ച് ചേർന്നിട്ട് ഞങ്ങൾ ഒരു തെറാപ്പി ചെയ്യും, ഒരു കൗൺസിലിങ്ങിൻ്റെ പേര് മോട്ടിവേഷൻ തെറാപ്പി. ഇതിലെന്തെന്ന് പറയുന്നത് ഞങ്ങൾ ആ പേഷ്യൻറ്റിന് ഡ്രിങ്ക്സ് നിർത്താനുള്ള ഒരു പ്രേരണ ടെക്നിക്സ് ഞങ്ങൾ പറഞ്ഞുതരും. അതെങ്ങനെ നിർത്താൻ പറ്റും, അതിനുള്ള എന്തെല്ലാം ടെക്നിക്സ് ഉണ്ട്, അതെല്ലാം ഞങ്ങൾ കൗൺസിലിങ്ങിൽ പറഞ്ഞുതരും. പിന്നെ ചില ആൾക്കാർ ഡ്രിങ്ക്സ് കുറച്ച് നാളത്തേക്ക് നിർത്തും, അതിനുശേഷം പിന്നെയും തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും ഞങ്ങൾ കൗൺസിലിങ്ങിൽ പറയും. പറഞ്ഞാൽ പിന്നെയും ഡ്രിങ്ക്സ് തുടങ്ങാതിരിക്കാനുള്ള ചില റിലാപ്സ് പ്രിവെൻഷൻ ടെക്നിക്സ് അതിനെ പറയൽ, അതിനുള്ള കൗൺസിലിങ്ങും ഞങ്ങൾ ചെയ്യും. അതല്ലാതെ ചില കോപ്പിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഈ യൂഷ്വലി ഇങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കുന്നവർ പൊതുവെ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഡ്രിങ്ക്സ് കുടിക്കുന്നതെന്ന്, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ ഡ്രിങ്ക്സ് കുടിക്കുന്നത്. അപ്പോൾ ആ ടെൻഷനെ ഞങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ ശരിയാക്കാനുള്ള ചില കോപ്പിംഗ് സ്കിൽസ് ഞങ്ങൾ അതും പറഞ്ഞുതരും. സോ ഇതല്ലാതെ തേർഡ് ഫേസിൽ എന്തെന്ന് പറഞ്ഞാൽ ചില മെഡിസിൻസ് ഉണ്ട്, അത് കൂടിൻ്റെ ആഗ്രഹം കുറയാനുള്ള ചില മെഡിസിൻസ് ഉണ്ട്. അതിൻ്റെ പേര് ആൻറ്റി ക്രേവിങ് ഏജൻറ്റ്സ്. അത് കഴിച്ചെങ്കിൽ കൂടിൻ്റെ ആഗ്രഹം കുറയും. പിന്നെ അതല്ലാതെ വേറെ ചില മെഡിസിൻസ് ഉണ്ട്. അതെന്ത് പറഞ്ഞാൽ ഈ ഞങ്ങൾ പേഷ്യൻ്റ് ഒന്നിച്ച് ഡിസ്കസ് ആക്കിയിട്ട് പേഷ്യൻ്റെ പെർമിഷൻ എടുത്തിട്ട് ഞങ്ങൾ ചില റിയാക്ഷൻ ആവുന്ന ടാബ്ലറ്റ്സ് അതും ഞങ്ങൾ തരും. അത് ചിലപ്പം കുടിച്ചെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചെങ്കിൽ ചില റിയാക്ഷൻ ആവും. അത് എല്ലാ പേഷ്യൻസിനും തരില്ല, അത് ഞങ്ങൾ അസസ് ചെയ്തിട്ട് ആസ് എ ലാസ്റ്റ് സ്റ്റേജ് ഞങ്ങളത് തരും. സോ ഇതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഫേസ്. സോ നിങ്ങളെന്തറിയണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചുറ്റുമുറ്റത്ത് അയൽവാസികളാവട്ടെ, കുടുംബക്കാരാവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ആർക്കെങ്കിലും ഇങ്ങനത്തെ മദ്യത്തിൻ്റെ അടിമയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും മദ്യത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അതൊരു അസുഖം എന്ന് നിങ്ങൾ അറിയണം, തലച്ചോറിൻ്റെ ഒരു അസുഖം എന്ന് അറിയണം. പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ അതിൻ്റേതായ സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവരിക. സോ ഇത്രയും പറഞ്ഞു ഞാൻ എൻ്റെ ഈ ചെറിയൊരു ടോക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.